ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. അത് നിങ്ങൾ തംബ്നെയിലിനകത്ത് കണ്ട പോലെ തന്നെ സെൽഫ് ലവ്, അതായത് സ്വയം നമുക്ക് എങ്ങനെ സ്നേഹിക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ സമൂഹത്തിനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മളൊരു പക്ഷേ ജീവിക്കുന്നത്. അപ്പം എല്ലാവരുടെയും സന്തോഷത്തിനായിട്ട് ഓടുന്ന നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുക. അവസാനമായിട്ട് നിങ്ങളെപ്പോഴാണ് നിങ്ങളെ സ്നേഹിച്ചതെന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. പലർക്കും അതിനൊരു ഉത്തരം ഉണ്ടാവില്ല. കാരണം നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ മറന്നു പോവുക ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്നതിൻ്റെ തിരക്കിൽ നമ്മളെ തന്നെ മറന്നു പോവുകയാണ്. അപ്പം സ്വയം സ്നേഹിക്കുന്നത് ഒരു സ്വാർത്ഥമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകം കൂടിയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് ഈ സെൽഫ് ലവ് തുടങ്ങുന്നത് തന്നെ നമ്മൾ സ്വയം നമ്മളെ തന്നെ സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ സ്നേഹിക്കുക. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എല്ലാവർക്കും കുറേ അധികം തെറ്റുകുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെയുണ്ട്. പക്ഷേ ചിലർ അവരുടെ കുറവുകൾ മാത്രം നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. അതായത് നമ്മളെപ്പോഴും ഇപ്പം എൻ്റെ കേസ് പറയുവാണെങ്കിൽ എൻ്റെ പല്ല് പൊങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ ഫേസിലേക്ക് നോക്കി നമ്മൾ സംസാരിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുമ്പം എല്ലാം ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന നമ്മുടെ ഫേസിലേക്കും നമ്മുടെ ടീത്തിലേക്കുമാണ്. അപ്പം നമുക്ക് ആത്മവിശ്വാസം വളരെയധികം നമ്മളെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുറവുകൾ മാത്രം നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. അതായത് നമ്മൾ സുന്ദരി അല്ലെങ്കിൽ സുന്ദരനല്ല, അല്ലെങ്കിൽ എനിക്കൊരു കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല, അങ്ങനെയൊക്കെ ഇതെല്ലാം ഓരോ കുറവുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ സന്തോഷം അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷം ഒരിക്കലും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ തന്നെ സ്വീകരിക്കുക. അങ്ങനെ നമ്മളെ മനസ്സിന് ഒരുപാട് സമാധാനം ലഭിക്കും. നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പീസ് ലഭിക്കും. വേറൊരു കാര്യം, നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക. ഇന്നത്തെ ഒരു സമൂഹത്തിൽ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പേരൻസിൽ നിന്ന് തന്നെ അവൾക്ക് നന്നായിട്ട് പഠിക്കാം, നിനക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല, അവളത് ചെയ്യുന്നുണ്ടല്ലോ, നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല. അത് പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോഴേക്കും നമുക്ക് ഇപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കമ്പാരിസൺ അല്ലെങ്കിൽ താരതമ്യം എന്ന് പറയുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്താണെങ്കിലും തുറക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അവരവരുടെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ മാത്രമാണ് അവർ എടുത്തെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ എല്ലാം അവർ കാണിക്കുന്നില്ല. അപ്പം അവർക്ക് സന്തോഷകരമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ സോഷ്യൽ മീഡിയയ്ക്കകത്ത് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് അവരുടെ ജീവിതത്തിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മളെ വെച്ച് മറ്റൊരാളെ കമ്പയർ ചെയ്ത് ജീവിക്കാനേ പാടില്ല. അത് നമുക്ക് പരാജയം മാത്രമേ സമ്മാനിക്കത്തുള്ളൂ. സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തുക. നമ്മളെല്ലാവർക്കും വേണ്ടി സമയം കണ്ടെത്തുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം നമ്മൾ തന്നെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ടോ എന്ന് ഒരിക്കലെങ്കിലും നമ്മളോട് തന്നെ ചോദിച്ച് നോക്കുക. അപ്പം അങ്ങനെയുള്ളവരാണ് നമ്മളെങ്കിൽ ദിവസം നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് നേരമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതായത് നമുക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുക, നടക്കാൻ പോവുക, പാട്ട് കേൾക്കുക, സിനിമ കാണുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ എന്ത് ആക്ടിവിറ്റീസാണോ, ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഏത് ആക്ടിവിറ്റീസാണോ ചെയ്യാൻ താല്പര്യമുള്ളത് അത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ
നമ്മുടെ ദിവസം മുഴുവനും നമ്മൾ ചിലവഴിച്ച് കളയുന്നുണ്ട്. നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ ഒരു 5-10 മിനിറ്റ് പോലും നമുക്കെടുക്കാനില്ല എന്നാണ് സത്യം. അപ്പോൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് എന്താ പറയുക, പുതിയ നല്ല ഒരു എനർജി ഫീൽ ചെയ്യാനും ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഇല്ല എന്നുള്ള വാക്ക്, അതായത് നോ എന്ന് പറയാനായിട്ട് നമ്മൾ പഠിക്കുക. നമുക്ക് പലരും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം അവരുടെ സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും പറയുക എന്തുവാ, നോ എന്ന് പറയത്തില്ല. നമ്മളെന്ത് ചെയ്യും, ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നോ എന്ന് പറയാനായിട്ട് ചിലർക്ക് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പല അവരെന്ത് വിചാരിക്കും, അവരത് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് കൊടുത്തില്ല, അല്ലെങ്കിൽ ആ വാക്ക് ഞാൻ കേട്ടില്ല, അപ്പം അവരെന്ത് വിചാരിക്കും. അപ്പോൾ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അതേ എന്ന് പറയുന്നതല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മാന്യമായിട്ട് എന്താ പറയുക, ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഓർക്കുക, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട്. സോ നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ടൈമുണ്ട്. അപ്പം നമ്മുടെ ടൈം വിലപ്പെട്ടതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളെ നിങ്ങൾ അംഗീകരിക്കാൻ പഠിക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ പരാജയങ്ങൾ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ചെറിയ വിജയങ്ങൾ പോലും നമ്മൾ ആഘോഷിക്കാൻ ശ്രമിക്കുക. ഇന്ന് വരെ നിങ്ങൾ നേടിയ കാര്യങ്ങൾ അതെല്ലാം ഓർത്ത് സന്തോഷിക്കുക. നിങ്ങൾ വിചാരിക്കുന്നതിലും ശക്തരാണ് നിങ്ങൾ തന്നെ. അപ്പം ഓരോ ചെറിയ നേട്ടവും നിങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ആ നേട്ടങ്ങളെ അംഗീകരിക്കാൻ പഠിക്കുക. നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുക. ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുക എപ്പോഴും. അപ്പം അതായത് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടായിരിക്കാം. അവരുടെ കൂടത്തി നമ്മൾ ജീവിക്കുമ്പം നമ്മളും കൂടി നെഗറ്റീവായിട്ട് പോവുക ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പം അവരുമായിട്ട് നമ്മൾ സമയം ചിലവഴിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ കൂടിയാണ് കുറയ്ക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മൾ സമയം ചിലവഴിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമ്മളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ബോഡീനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. സെൽഫ് ലവ് എന്നത് നമ്മുടെ മനസ്സിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തെയും കൂടെ സ്നേഹിക്കുന്നതാണ്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല ഫുഡ്, ഹെൽത്തി ഫുഡ് കഴിക്കുക, നമ്മൾ ആവശ്യത്തിന് സമയം കണ്ടെത്തി ഉറങ്ങുക, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അതിന് നമുക്ക് ചെയ്യാവുന്ന വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമുക്ക് എക്സസൈസസ് ചെയ്യാവുന്നതാണ്. എപ്പോഴാണ് നമ്മൾ ബിസി അല്ലാത്ത ടൈമെന്ന് നോക്കിയിട്ട് നമുക്ക് എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളോട് കൂടെ ഉള്ള ഒന്നാണ്, നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഹെൽത്തി ആക്കി വെച്ച് അതിനെ നമ്മൾ സ്നേഹിക്കാനായിട്ട് പഠിക്കുക. നമുക്ക് സ്വയം ക്ഷമിക്കാൻ പഠിക്കാം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം, അതായത് പണ്ടത്തെ കാലങ്ങളിൽ നമുക്ക് ഒരുപാട് തെറ്റുകളുണ്ടാവാം. അത് കാരണം നമ്മൾ പലരും ഇന്നും അതോർത്ത് വിഷമിച്ച് നീറി ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മൾക്കെല്ലാം തെറ്റുകളുണ്ടാകാം. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കാനായിട്ട് കഴിയും. അപ്പം സെൽഫ് ലവിനകത്ത് വരുന്നതാണ് സ്വയം ക്ഷമിക്കുക, നമ്മളോട് തന്നെ ക്ഷമിക്കുക എന്നുള്ളത്. നന്ദി പറയുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കുക. എല്ലാ ദിവസവും രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ 3 കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ നന്ദി പറയുക. നമ്മുടെ കുടുംബത്തിന്, നമുക്ക് നമ്മുടെ നല്ല ആരോഗ്യം തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അല്ലെങ്കിൽ നമുക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയാം. നമുക്ക് ഇത്രയും നല്ല ഭക്ഷണം തന്നതിനെ ഓർത്ത് ഒക്കെ നമ്മൾ നന്ദി പറയുക. താങ്ക്സ് ഗിവിങ് ആയിരിക്കണം. നമ്മൾ ഈ നന്ദി പറയുന്നതിലൂടെ നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമുക്കും നമ്മളെ തന്നെ സ്വയം സ്നേഹിച്ച് തുടങ്ങാൻ വേണ്ടിയും നമുക്ക് മറ്റുള്ളവരോടും നമ്മളോടും തന്നെ നന്ദിയുള്ളവരായിട്ട് മാറാം. നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മുൻകൈ എടുക്കുമ്പോഴാണ് നമുക്ക് സെൽഫ് ലവ്, സന്തോഷം ഒക്കെ ഉണ്ടാകുന്നത്. മറ്റാരും അതിനുവേണ്ടി വരത്തില്ല. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന രീതിയും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിതവുമാണ് നമുക്കെപ്പോഴും സന്തോഷം തരുന്നതും നമ്മുടെ സന്തോഷം നിർണ്ണയിക്കുന്നതും അത് മാത്രമാണ്. അപ്പം നിങ്ങളെപ്പോഴും
നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമ്മൾ നമ്മോടൊപ്പം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളുടെ കുറവുകളുടെയും പരാജയങ്ങളും സ്വപ്നങ്ങളും യാത്രകളും അതെല്ലാം നമുക്കുണ്ടാവുന്നതാണ്. അതെല്ലാം നമ്മൾ സ്വീകരിക്കുക. സ്വയം സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്ന ദിവസം മുതലാണ് നമ്മൾ നമ്മുടെ ജീവിതം മറിയുന്നത്. അപ്പോൾ ഓർക്കുക, മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുക. നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുടെയും കൈകളിലല്ല, അതെല്ലാം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. അത് നിങ്ങളുടെ തീരുമാനം തന്നെയാണ്. അപ്പോൾ എല്ലാവരും സ്വയം സന്തോഷിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തി നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.